ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് റിഡോക്സ് റിയാക്ഷൻ അല്ലെ റിഡോക്സ് പ്രവർത്തനങ്ങളിലെ ഓക്സിഡേഷൻ നമ്പറിനെ പറ്റിയാണ് നോക്കുന്നത്. നമുക്ക് എന്താണ് വാലൻസിയെ പറ്റി അറിയാം, അല്ലെങ്കിൽ മൂലങ്ങളുടെ സംയോജകതയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടേബിളിലെ എലമെൻറ്റ്, അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി അല്ലെങ്കിൽ സംയോജകത തന്നിട്ടുണ്ട്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുമ്പോഴത്തേക്ക് 281. അപ്പോൾ ഒരു അഷ്ടവിന്യാസം അല്ലെങ്കിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ ആവാൻ വേണ്ടി ബാഹിമ ഷെല്ല് അല്ലെങ്കിൽ ഔട്ടമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആണ്. അതിപ്പോൾ ഇതെന്ത് ചെയ്യും, ഒരു ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. അപ്പോൾ അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഈ ഒന്നായിരിക്കും. അങ്ങനെ പൊട്ടാസ്യം 1, ഫ്ലൂറിനും 1, ക്ലോറിനും 1. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് അറ്റോമിക് നമ്പർ 12 അതിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 282 ആണ്. അപ്പോൾ ബാഹിമ ഷെല്ലിൽ അല്ലെങ്കിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആകാൻ വേണ്ടി ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ അത് വിട്ടുകൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് ആ 2 ആണ്. അങ്ങനെ കാൽഷ്യം 2 ആണ് വാലൻസി. സംയോജകത, ഓക്സിജൻ്റെ സംയോജകതയും 2 ആണ്. അലൂമിനിയം വരുമ്പോഴത്തേക്ക് 13 ആണ് അറ്റോമിക് നമ്പർ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 283. അപ്പോൾ അത് ഒരു രാസപ്രവർത്തനം നടക്കുമ്പോൾ എലമെൻ്റ് എന്ത് ചെയ്യും, അല്ലെങ്കിൽ മൂലകം എന്ത് ചെയ്യും, ഒന്നുകിൽ ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ നേടുകയോ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, അവരുടെ വാലൻസി നിന്നാണ് അല്ലെങ്കിൽ സംയോജകതയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് എത്ര ഇലക്ട്രോൺസിനെ അവർ വിട്ടുകൊടുക്കുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസിനെ അവർ വാങ്ങുന്നു എന്ന്. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമാക്കുന്ന നമ്പറാണ് ഏത്, ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ ഈ വാലൻസി തന്നെയാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ സംയോജകത തന്നെയാണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുവാണെങ്കിൽ അവിടെ ഫോം ചെയ്യുന്നത് എന്താണ്, പോസിറ്റീവ് അയോൺ ആയിരിക്കും. ഇനി ഇലക്ട്രോണിനെ നേടുകയാണെങ്കിൽ, ഗെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെ നെഗറ്റീവ് അയോണും ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഒരു കോമ്പൗണ്ടിലെ എല്ലാ കെമിക്കൽ ബോണ്ടും നമ്മൾ അയോണിക്കായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഓരോ ആറ്റത്തിലും ഉണ്ടാകുന്ന ചാർജ് നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു സംയുക്തത്തിലെ എല്ലാ രാസബന്ധനങ്ങളും നമ്മൾ അയോണിക് പരിഗണിച്ചാൽ അതിൽ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ നമ്മൾ ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അഥവാ ഓക്സീകരണ അവസ്ഥ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മളൊരു അയോണിക് ബോണ്ട് NaCl എന്ന് പറയുന്നു. അപ്പോൾ സോഡിയത്തിന് +1 ചാർജാണ്, ക്ലോറിന് -1 ചാർജ്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സീകരണ അവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെ +1 ക്ലോറിൻ്റെ -1 ആയിരിക്കും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഈ താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം ഈസ് +2 ആൻഡ് ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് -2 ഇൻ മഗ്നീഷ്യം ഓക്സൈഡ് MgOA. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? മഗ്നീഷ്യം ഓക്സൈഡിൽ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അല്ലെങ്കിൽ ഓക്സിജന അവസ്ഥ എന്ന് പറയുന്നത് +2 ആണ്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് മനസ്സിലാവുന്നത്? മഗ്നീഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്, അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണെന്ന് പറയുന്നത് കൊണ്ട് എന്താണ്, മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു എന്നാണ്, വിട്ടുകൊടുക്കുന്നു അല്ലേ. കോമ്പൗണ്ട് ഫോം ചെയ്യാൻ, സംയുക്തം ഫോം ചെയ്യാൻ വേണ്ടി അതെന്ത് ചെയ്യുന്നു, മഗ്നീഷ്യം 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു, ആ 2 ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, നേടുന്നു. ഓക്സിജൻ ആ 2 ഇലക്ട്രോൺസിനെ നേടുന്നു. അതാണ് -2 ചാർജ് എന്ന് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ നടത്തി എന്ത് സംഭവിക്കുന്നു, അയോണിക് ബോണ്ട് അവർ തമ്മിൽ നടക്കുന്നു. അപ്പോൾ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുകയും +2 ചാർജ് നേടുകയും ഓക്സിജൻ 2 ഇലക്ട്രോണിനെ നേടുകയും -2 ചാർജ് നേടുകയും ചെയ്യുന്നു. ഈ ഇലക്ട്രോണുകളുടെ കൈമാറ്റമാണ് നമ്മൾ ഇവിടെ ഇടയിൽ കാണുന്നത്. ഇങ്ങനെ ഇലക്ട്രോൺ കൈമാറുമ്പോൾ അവിടെ അയോണിക ബന്ധം ഉണ്ടാകുന്നു. ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം +2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ അത് നഷ്ടപ്പെടുത്തി എന്നല്ലേ. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 എന്ന് പറഞ്ഞാൽ അത് 2 ഇലക്ട്രോൺസിനെ നേടി, ഗെയിൻ ചെയ്തു എന്നാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരുടെ ചാർജ്, മഗ്നീഷ്യത്തിൻ്റെ ചാർജ് +2 ആണ്, ഓക്സിജൻ്റെ ചാർജ് -2. അപ്പോൾ ഒരു ഓക്സിഡേഷൻ നമ്പർ എന്നാൽ നമുക്ക് അവരുടെ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ എത്ര നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ എത്ര നേടി എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഓക്സിഡേഷൻ നമ്പറിലൂടെ സാധിക്കും. അപ്പോൾ
കോവാലന്റ് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സഹസംയോജിത സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ അവരുണ്ടാവുന്നത് ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുവായിട്ടാണ്, അല്ലെങ്കിൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് സഹസംയോജിത സംയുക്തങ്ങൾ അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ ആറ്റത്തിലേക്ക് അല്ലെങ്കിൽ മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റിലേക്ക് നമ്മളുടെ ഷെയർഡ് ഇലക്ട്രോൺസ് പങ്കുവയ്ക്കപ്പെട്ട ഇലക്ട്രോണുകൾ ഷിഫ്റ്റ് ചെയ്യും, സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നു എന്ന് സങ്കല്പിച്ചാണ് ഇവയുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഒരു കോവാലന്റ് കോമ്പൗണ്ട്സിൽ അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സഹസംയോജിത സംയുക്തങ്ങളെ അസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടിയ ഇലക്ട്രോനെഗറ്റീവായുള്ള എലമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ആറ്റത്തിലേക്ക് എന്ത് സംഭവിക്കുന്നു, ഷെയർഡ് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നോക്കിയാണ് നമ്മൾ ഇവരുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. എച്ച് എഫ് എന്ന് പറയുന്നത് ഒരു സഹസംയോജക കോമ്പൗണ്ടാണ് അല്ലെങ്കിൽ ഒരു സംയുക്തമാണ്, കോവാലന്റ് കോമ്പൗണ്ടാണ്. അതിലെ മോർ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റം എന്ന് പറയുന്നത് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിൻ എന്തോ ചെയ്യുന്നു, ഇലക്ട്രോണുകളുടെ സ്ഥാനമാറ്റം ചെയ്യപ്പെടുന്നത് സങ്കല്പിച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിനെ അട്രാക്റ്റ് ചെയ്യുന്ന ആരാണ്, ഫ്ലൂറിനാണ്. ഫ്ലൂറിലേക്കാണ് ഇലക്ട്രോനെഗറ്റീവ് ആയത് കാരണം ഇലക്ട്രോൺസ് ആരിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത്, ഫ്ലൂറിനിലേക്കാണ്. അങ്ങനെ ഫ്ലൂറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായി മാറുന്നു, -1 പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അത് -1 ഓക്സിഡേഷൻ നമ്പർ അറ്റൈൻ ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രജൻ എന്ത് സംഭവിക്കും, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെട്ടതായി സങ്കല്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജൻ്റെ നഷ്ടപ്പെട്ടതായി സങ്കല്പിക്കുമ്പോൾ അതെന്ത് ചെയ്യുന്നു, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 പരിഗണിക്കുന്നു, അല്ലെങ്കിൽ അത് +1 ഓക്സിഡേഷൻ നമ്പർ ഹൈഡ്രജൻ അറ്റൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഒരു കോമ്പൗണ്ടിലെ എല്ലാ ആറ്റത്തിൻ്റെയും ഓക്സിഡേഷൻ നമ്പേഴ്സ് നമ്മൾ കൂട്ടുമ്പോൾ 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ എല്ലാ ഓക്സിഡേഷൻ നമ്പറും കൂടെ നമ്മൾ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ എലമെൻ്റൽ മോളിക്യൂൾസ് ഇലക്ട്രോൺസ് എല്ലാം എന്തായിരിക്കും, ഈക്വലി പങ്കിട്ടായിരിക്കും അല്ലെങ്കിൽ ഈക്വലി ഷെയർഡ്. ഓരോ ആറ്റംസിലും ഇലക്ട്രോൺസ് ഈക്വലി ഷെയർഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ എലമെൻ്റൽ സ്റ്റേറ്റിൽ ഇരിക്കുന്നത് ഒറ്റയ്ക്ക് എലമെൻ്റൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ മൂലക തന്മാത്രകളിൽ ആറ്റങ്ങൾ ഇലക്ട്രോണുകളെ തുല്യമായി പങ്കുവയ്ക്കുന്നതിനാൽ മൂലകാവസ്ഥയിൽ മൂലകാവസ്ഥയിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അവരുടെ 0 ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇനി ഓക്സിഡേഷൻ നമ്പർ കണക്കാക്കുന്ന രീതി അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള മെത്തേഡാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് എലമെൻറ്റ് അവരുടെ ഓക്സിഡേഷൻ നമ്പറും തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ +1 ആണ്, സോഡിയം +1 ആണ്, പൊട്ടാസ്യം +1 ആണ്, കാൽഷ്യം എന്ന് പറയുന്നത് +2 ആണ്, അലൂമിനിയം +3, ഫ്ലൂറിൻ -1, ക്ലോറിൻ -1, ബ്രോമിൻ -1, അയഡിൻ -1, ഓക്സിജൻ -2. അപ്പോൾ ഹൈഡ്രജനും സോഡിയം Naയും പൊട്ടാസ്യം Kയും +1 ആണ് അവരുടെ ഓക്സിഡേഷൻ നമ്പർ. അലൂമിനിയം +3 ആണ്, കാൽഷ്യം +2 ആണ്, ഫ്ലൂറിന്, ക്ലോറിന്, ബ്രോമിന്, അയഡിൻ ഇവരുടെ എല്ലാം ഓക്സിഡേഷൻ നമ്പർ -1 ആണ്, ഓക്സിജൻ്റെ -2 ആണ്. അപ്പോൾ കുറച്ച് എലമെൻസും അല്ലെങ്കിൽ മൂലകങ്ങൾ അവരുടെ ഓക്സിഡേഷൻ നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് HNO3-ലെ എന്നിൻ്റെ നമുക്ക് Hൻ്റെ അറിയാം, ഓയുടെ ഓക്സിജൻ്റെ അറിയാം ഓക്സിഡേഷൻ നമ്പർ എത്രയാണെന്നറിയാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അറിയാത്ത ആരെയാണ്, നൈട്രജൻ്റെയാണ്. അപ്പോൾ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ HNO3 ഇവിടെ Hൻ്റെ നമുക്കറിയാം, Hൻ്റെ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. നൈട്രജൻ്റെ നമുക്കറിയത്തില്ല, ഓക്സിജൻ്റെ നമുക്കറിയാം എത്രയാണ് -2 ആണ്. അപ്പോൾ നൈട്രജൻ്റെ നമ്മൾ അറിയാത്തതുകൊണ്ട് അവരുടെ ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ X എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈഡ്രജൻ്റെ ചാർജ്, ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്, 1 ഉള്ളൂ. അപ്പോൾ ചാർജ് മാത്രം എഴുതിയാൽ മതി +1. നമ്മൾ ഇവരെ ഓരോരുത്തരെ എടുക്കുമ്പോഴും നമ്മൾ ഇവരെ കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ചാർജ് +1 പ്ലസ് അടുത്ത നൈട്രജനിലേക്ക് കയറുമ്പോഴത്തേക്ക് നൈട്രജൻ 1 ഉള്ളൂ. അപ്പോൾ 1 ഇൻറ്റു ഓക്സിഡേഷൻ നമ്പർ അറിയത്തില്ല നമുക്ക്, 1 ഇൻറ്റു X. ഇനി അടുത്ത ആറ്റത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ പ്ലസ്. ഇനി ഓക്സിജൻ്റെ
ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം -2. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം, ഗുണിക്കണം. അപ്പോൾ -2 × 3. അപ്പോൾ ഇത് മൊത്തം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടേണ്ടത്? 0. നമ്മൾ പറഞ്ഞു ഒരു സംയുക്തത്തിൻ്റെ എല്ലാ ആറ്റങ്ങളുടെയും ആകെത്തുക എത്രയാണ്? 0ആണ്, 0 ആണ്. അപ്പോൾ ഈക്വൽ 0 എന്ന് ഇടുക. അപ്പോൾ +1 + x എന്ന് തന്നെ കിട്ടും. x + -2 × 3 എന്ന് പറയുന്നത് -6. അങ്ങനെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എത്ര എന്ന് കിട്ടും? +5 എന്ന് പറയും. അപ്പോൾ HNO3 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? +5. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ +5 എന്ന് തന്നെ ഓക്സിഡേഷൻ നമ്പർ എഴുതണം. ഓക്കെ. അപ്പോൾ നമുക്ക് പുസ്തകത്തിൽ 2 കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. HNO2-ഉം NO2-ഉം അവയിലുള്ള നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. HNO2 ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയാം നമുക്ക്. ഹൈഡ്രജൻ +1, ഓക്സിജൻ -2. നൈട്രജൻ്റെ കണ്ടുപിടിക്കുന്നത്, അതിനെ നമ്മൾ X എന്ന് വിളിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ +1 പ്ലസ് നൈട്രജനും ഒന്നേ ഉള്ളൂ, 1 × X, അല്ലെങ്കിൽ നമുക്ക് X എന്ന് എഴുതിയാലും മതി. പ്ലസ് ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഉണ്ട്. അപ്പോൾ പ്ലസ് -2 × 2 = 0. ഇനി +1 + X പ്ലസ് 2 × 2 4 ആണ്. മൈനസ് ചാർജും കൂടി വരുമ്പോഴത്തേക്ക് -4 എന്ന് കിട്ടും, =0. ഇനി ഇവരെ കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് X - 3 എന്ന് കിട്ടും, =0. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. -3 അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അപ്പോൾ X +3 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര എന്ന് കിട്ടി? +3 എന്ന് കിട്ടി. അപ്പോൾ NO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ്. നൈട്രജൻ്റെ അറിയത്തില്ല, അപ്പോൾ X എന്ന് വിളിക്കുന്നു. ഓക്സിജൻ്റെ -2 എന്ന് അറിയാം. അപ്പോൾ 1 × X പ്ലസ് -2 × 2 ഓക്സിജനാണ് × 2 = 0. X പ്ലസ് -2 × 2 എന്ന് പറയുന്നത് -4 ആണ്, =0. അപ്പോൾ നമുക്ക് X - 4 എന്ന് കിട്ടും, =0 ആണ്. അപ്പോൾ -4നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +4 ആവും. അപ്പോൾ X +4 ആണ്. അപ്പോൾ NO2 നൈട്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? +4 ആണ്. അപ്പോൾ അടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റിൽ ക്രോമിയം Cr ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം പൊട്ടാസ്യം K എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. ഓക്സിജൻ -2 ആണ്. നമുക്ക് ക്രോമിയത്തിൻ്റെ അറിയത്തില്ല, അപ്പോൾ അതിനെ നമ്മൾ X എന്ന് വിളിക്കുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ പൊട്ടാസ്യം K എന്ന് പറയുന്നത് 2 പേരുണ്ട്, അപ്പോൾ K2 ആണ്. അപ്പോൾ 2 × ഓക്സിഡേഷൻ നമ്പർ +1 പ്ലസ് അടുത്ത ആറ്റത്തിലേക്ക് പോകുമ്പോൾ പ്ലസ് ആണ് ഇടുന്നത്, പ്ലസ് ക്രോമിയം 2 പേരുണ്ട്, 2 ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയത്തില്ല, അപ്പോൾ 2 × X പ്ലസ് ഓക്സിജൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പോൾ -2 × ഓക്സിജൻ എത്ര എണ്ണോ ആണ്? 7 ആണ്. അപ്പോൾ -2 × 7 = 0 എന്ന് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇങ്ങനെ വരും, 2 × +1 + 2x + 7 × -2 = 0. അപ്പോൾ 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 2x പ്ലസ് 7 × -2. 7 × 2 14 ആണ്. അപ്പോൾ മൈനസ് ചാർജ് കൊണ്ട് വരുമ്പോഴത്തേക്ക് -14 എന്ന് വരും. അപ്പോൾ നമുക്ക് 2 + 2x + -14 = 0 എന്ന് കിട്ടും. ഇവരെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് 2ഉം -14ഉം കൂടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കുറയ്ക്കുമ്പോഴത്തേക്ക് 12 എന്ന് കിട്ടും, -12 എന്ന് കിട്ടും. അപ്പോൾ 2x - 12 = 0. ഇനി എക്സിൻ്റെ വാല്യൂ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റീഅറേഞ്ച് ചെയ്യുന്നു, -12 അപ്പുറത്ത് പോകുമ്പോൾ +12 ആവും. ഇവിടെ 2 ഇൻറ്റു ചെയ്തേക്കുവാണ്, അത് അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിവൈഡ് ആവും. അപ്പോൾ 12x = 12/2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ x = +6 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? +6. ഇനി ഞാൻ പുസ്തകത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. Cr2O3 ഉള്ള ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ, MnO2 Mn2O7 KMnO4 ഉള്ള Mn മാഗ്നൈസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്. നമുക്കത് ചെയ്താലോ? Cr2O3 ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ്.
സിആറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം -2. അപ്പോൾ ഇവിടെ 2 ക്രോമിയം ഉണ്ട്, അതുകൊണ്ട് 2x പ്ലസ് ഇവിടെ ഓക്സിജൻ 3 എണ്ണമാണ്, അപ്പോൾ 3 × -2 = 0. അപ്പോൾ 2x പ്ലസ് 3 × -2 എന്ന് പറയുന്നത് -6 ആണ്, = 0. അപ്പോൾ 2x - 6 = 0. -6 അപ്പുറത്ത് പോകുമ്പോൾ 6 ആവും. അതുപോലെ തന്നെ 2 ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്, അപ്പുറത്ത് പോകുമ്പോൾ /2 ആവും. അപ്പോൾ x = 6/2. അപ്പോൾ x = +3 എന്ന് കിട്ടും. അപ്പോൾ ക്രോമിയത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ Cr2O3യിൽ +3 ആണ്. MnO2ലെ Mn മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. Mn നമ്മൾ x എന്ന് വിളിക്കുന്നു. ഓക്സിഡേഷൻ നമ്പർ ഓക്സിജൻ്റെ നമുക്കറിയാം -2. അപ്പോൾ Mn ഇവിടെ ഒന്നേ ഉള്ളൂ, അപ്പോൾ x പ്ലസ് ഓക്സിജൻ ഇവിടെ 2 എണ്ണമാണ്, അപ്പോൾ 2 × -2 = 0. x പ്ലസ് 2 × -2 -4 ആണ്, = 0. x - 4 എന്ന് പറയുന്നത് 0 ആണ്. -4 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +4 എന്ന് കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ +4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ മാഗ്നൈസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +4 ആണ്. Mn2O7 ഇതിലെ മാഗ്നൈസ് Mnൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പോൾ Mn ഇവിടെ 2 എണ്ണമാണ്, അപ്പോൾ 2x പ്ലസ് ഓക്സിജൻ ഇവിടെ 7 എണ്ണമാണ്, 7 × -2 = 0. അപ്പോൾ 2x പ്ലസ് 7 × -2 എന്ന് പറയുന്നത് -14 ആണ്, = 0. അപ്പോൾ 2x - 14 = 0. -14 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് +14 ആകും. 2 ഇവിടെ ഇൻറ്റു ചെയ്തേക്കാണ്, അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഡിവൈഡ് ആവും. അപ്പോൾ x = 14/2. ൻ്റെ വാല്യൂ +7 എന്ന് കിട്ടും. Mn2O7ലെ മാഗ്നീസ് Mnൻ്റെ ഓക്സിഡേഷൻ നമ്പർ +7 ആണ്. KMnO4ലെ Mn മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടാസ്യം K എന്ന് പറയുമ്പോൾ +1 ആണ് ഓക്സിഡേഷൻ നമ്പർ. മാഗ്നീസ് Mn നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് എക്സ് എന്ന് വിളിക്കുന്നു. ഓക്സിജൻ -2 ആണ് ഓക്സിഡേഷൻ നമ്പർ, ഇവിടെ ഓക്സിജൻ 4 ഉണ്ട്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ +1, ഇവിടെ പൊട്ടാസ്യം ഒന്നേ ഉള്ളൂ, അപ്പോൾ +1 ഓക്സിഡേഷൻ നമ്പർ +1 പ്ലസ് എക്സ് പ്ലസ് ഓക്സിജൻ 4 എണ്ണമാണ്, അപ്പോൾ 4 × ഓക്സിഡേഷൻ നമ്പർ -2 = 0. +1 പ്ലസ് എക്സ് പ്ലസ് 4 × -2 എന്ന് പറയുമ്പോൾ -8 എന്ന് കിട്ടും, = 0. അപ്പോൾ -8 + 1 എന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് -7 കിട്ടും. അപ്പോൾ x - 7 = 0. അപ്പോഴത്തെ -7 പോകുമ്പോഴത്തേക്ക് നമുക്ക് ഓക്സിഡേഷൻ നമ്പർ x = +7 എന്ന് കിട്ടും. അപ്പോൾ മാഗ്നീസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ KMnO4ൽ +7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ടേബിളിലുള്ള കുറച്ച് ഓക്സിഡേഷൻ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, കുറച്ച് എലമെൻസിൻ്റെ, അതും പഠിച്ചു വെക്കുക. ഓക്സിഡേഷൻ നമ്പറും ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻ. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ, ഒരു രാസപ്രവർത്തനം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ ഓക്സിഡേഷൻ നമ്പർ, അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിഡേഷൻ നടക്കുന്നത് ആർക്കാണ്, റിഡക്ഷൻ നടക്കുന്നത് ആർക്കാണ്, ഓക്സീകരണം നിരോക്സീകരണം, ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓക്സികാരി, അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് നിരോക്സികാരി, ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം, ഒരു ഇക്വേഷൻ ഫുള്ളായിട്ട് നമുക്ക് തരുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ NaClൻ്റെ ഫോർമേഷൻ, സോഡിയം ക്ലോറൈഡ് രൂപീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമേഷൻ്റെ രൂപീകരണ സമയത്ത് സോഡിയം എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്നു, ലോസ് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ ചാർജ് എന്തായി പോകുന്നു, പോസിറ്റീവ് ചാർജായി മാറുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ നേടുന്നു, ഗെയിൻ ചെയ്യുന്നു. അങ്ങനെ അതിന് നെഗറ്റീവ് ചാർജ് ക്ലോറിന് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഓരോ ഇലക്ട്രോൺ വെച്ചായതുകൊണ്ട് സോഡിയത്തിൻ്റെ +1ഉം ക്ലോറിൻ്റെ -1ഉം ആണ്. അപ്പോൾ വാട്ട് ഈസ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ഇൻ ദർ എലമെൻ്റൽ സ്റ്റേറ്റ്? മൂലക അവസ്ഥയിൽ സോഡിയത്തിൻ്റെ ക്ലോറിൻ്റെയും ഓക്സിഡേഷൻ നമ്പർ എന്താണ്? അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു, മൂലക അവസ്ഥയിൽ അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റിൽ ഓക്സിഡേഷൻ നമ്പർ ഏതൊരു ആറ്റത്തിൻ്റെയും എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് മൂലകാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഇതാണ് മൂലകാവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എലമെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഇവിടെ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും, 0 ആണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആൻഡ് ക്ലോറിൻ ഇൻ ദർ എലമെൻ്റൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ മൂലകാവസ്ഥയിൽ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്താണ് ഇവിടെ, 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ, ഓക്സിഡേഷൻ നമ്പർ ഉപയോഗിച്ച് അവർ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 2Na എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ Na എലമെൻ്റൽ സ്റ്റേറ്റ് ആണ്, അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. Cl2 എന്ന് പറയുമ്പോഴും എലമെൻ്റൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ മൂലകാവസ്ഥയിലാണ് നിൽക്കുന്നത്, അപ്പോഴും അവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇനി
കോമ്പൗണ്ടായി സംയുക്തമായി ഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2NaCl. ഇവിടെ എന്താണ്, അവർ ഓരോ ഇലക്ട്രോൺസിനെ കൊടുക്കുന്നു, ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നു. അപ്പോൾ +1ഉം സോഡിയത്തിന് +1ഉം ക്ലോറിന് -1ഉം. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ സോഡിയത്തിൻ്റെ എന്തു സംഭവിച്ചു, കൂടി. വാട്ട് ഹാപ്പൻ ടു ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് സോഡിയം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ? സോഡിയത്തിന് ആദ്യം എന്തായിരുന്നു, 0 ആയിരുന്നു. പിന്നീട് അത് കോമ്പൗണ്ട് അല്ലെങ്കിൽ റിയാക്ഷൻ നടന്നപ്പോഴത്തേക്ക് രാസപ്രവർത്തനം നടന്നപ്പോഴത്തേക്ക് സോഡിയത്തിൻ്റെ റിയാക്ഷൻ നടന്നപ്പോഴത്തേക്ക് സോഡിയത്തിൻ്റെ നമ്പർ എത്രയായി മാറി, +1 ആയി മാറി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ എന്താണ് ചെയ്തത്, ഇവിടെ കൂടുകയാണ് ചെയ്തത്, ഇൻക്രീസ്ഡ്. ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഓഫ് ക്ലോറിൻ, ഓക്സീകരണ അവസ്ഥ ക്ലോറിൻ്റെ എന്ത് സംഭവിച്ചു, കുറയുകയാണ് ചെയ്തത്. 0 ഉണ്ടായിരുന്നു, പിന്നീട് അത് രാസപ്രവർത്തനം നടന്നപ്പോഴത്തേക്ക് അത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായി മാറി, -1 ആയി മാറുകയാണ് ചെയ്തത്. അപ്പോൾ സോഡിയത്തിനാണ് ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്, ക്ലോറിനാണ് ഇവിടെ റിഡക്ഷൻ. അല്ലെങ്കിൽ സോഡിയത്തിനാണ് ഓക്സീകരണം സംഭവിക്കുന്നത്, ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഓക്സീകരണം നടക്കുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നു. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ഓക്സിഡേഷൻ റിയാക്ഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും, കൂടും. അതുപോലെ തന്നെ റിഡക്ഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിരോക്സീകരണം നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏത് ആറ്റമാണ് ഓക്സിഡേഷൻ നടത്തുന്നത്, സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ രൂപീകരിക്കുമ്പോൾ ആ ഏത് ആറ്റമാണ് ഓക്സീകരണം നടക്കുന്നത്, സോഡിയം അല്ലേ? സോഡിയത്തിനല്ലേ ഓക്സീകരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെ ഓക്സികാരി എന്ന് പറയുന്നത് ഓക്സീകരണത്തെ സഹായിക്കുന്ന ആളെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സികാരി എന്ന് പറയുന്നത്. അതാരാണ്, ക്ലോറിനാണ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഫോമേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ രൂപീകരണ സമയത്ത് അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഫോമേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ രൂപീകരണ സമയത്ത് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് ഏത് ആറ്റത്തിനാണ്, സോഡിയത്തിനാണ്. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ ഓക്സികാരി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷന് സഹായിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഓക്സികാരി അല്ലെങ്കിൽ ഓക്സിഡേസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ആ ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്ന ആരാണ്, ക്ലോറിനാണ്. അപ്പോൾ ഓക്സിഡേഷനെ സഹായിക്കുന്ന ആരാണ്, ക്ലോറിനാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജൻറ്റ് ആരാണ്, ക്ലോറിനാണ്. അപ്പോൾ ഏത് ആറ്റമാണ് റിഡക്ഷൻ നിരോക്സീകരണം സംഭവിക്കുന്നത്, ക്ലോറിനാണ് നിരോക്സീകരണം സംഭവിക്കുന്നത്. കാരണം എന്താണ്, ഓക്സിഡേഷൻ നമ്പർ 0 ആയിരുന്നു എലമെൻ്റ് സ്റ്റേറ്റിൽ. റിയാക്ഷൻ നടന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാസപ്രവർത്തനം നടന്നപ്പോഴത്തേക്ക് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്തത്, -1 ആയി കുറയുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത്. ആർക്കാണ്, ക്ലോറിനാണ് ഇവിടെ റിഡക്ഷൻ അല്ലെങ്കിൽ നിരോക്സീകരണം സംഭവിച്ചത്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ് അല്ലെങ്കിൽ നിരോക്സീകാരി ആരാണ്? അപ്പോൾ റിഡക്ഷനെ അല്ലെങ്കിൽ നിരോക്സീകരണത്തെ സഹായിക്കുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റെഡ്യൂസിങ് ഏജൻറ്റ്. ആ ഒരു ഇലക്ട്രോൺ അത് ഗെയിൻ ചെയ്യണമെങ്കിൽ ഒരാൾ വിട്ടുകൊടുക്കണമല്ലോ ഒരു ഇലക്ട്രോണിനെ. അതാരാ വിട്ടുകൊടുത്തത്, സോഡിയമാണ്. അപ്പോൾ ഇവിടുത്തെ നിരോക്സീകാരി ആരാ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്, സോഡിയമാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പോൾ ഇവിടുത്തെ തന്ന രാസസമവാക്യത്തിൽ നിന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചിട്ട് താഴെയുള്ള പട്ടിക പൂർത്തീകരിക്കാനാണ്. ഹൈഡ്രജനും ക്ലോറിനും ഇവിടെ എലമെൻ്റൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മൂലക അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് അവരുടെ എല്ലാ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അവർ സംയുക്തമായപ്പോഴത്തേക്ക് അവരുടെ ഓക്സിഡേഷൻ നമ്പർ +1ഉം -1ഉം ആണ്. ഓക്കെ, ഇനി താഴത്തെ പട്ടിക ടേബിൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ആറ്റം ഹൂസ് ഓക്സിഡേഷൻ നമ്പർ ഇസ് ഇൻക്രീസ്. ഇവിടെ 6 ഓക്സിഡേഷൻ നമ്പറാണ് കൂടിയത്. ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ എലമെൻ്റൽ സ്റ്റേറ്റിൽ 0 ആയിരുന്നു, സംയുക്തമായപ്പോഴത്തേക്ക് +1 ആയി. ക്ലോറിൻ്റെ 0 ആയിരുന്നു എലമെൻ്റൽ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ മൂലക അവസ്ഥയിൽ, സംയുക്തമായപ്പോഴത്തേക്ക് -1 ആണ് ചെയ്തത്, 1 ആണ് ആവുക ചെയ്തത്. അപ്പോൾ ഇവിടെ 6 ഓക്സിഡേഷൻ നമ്പറാണ് കൂടിയത്, ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പറാണ് കൂടിയത്. അപ്പോൾ ആരാണ് ഓക്സീകരണം സംഭവിച്ചത്, ആർക്കാണ്, ഹൈഡ്രജന് തന്നെയാണ് ഓക്സീകരണം സംഭവിച്ചത്. ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ആർക്കാണ്, ക്ലോറിനാണ്. 0 ആയിരുന്നു, -1 ആയി കുറയുകയും ചെയ്തു. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞത് ആർക്കാണ്, ക്ലോറിനാണ്.
അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും നിരോസീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ക്ലോറിന് തന്നെയാണ് നിരോസീകരണം സംഭവിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ ആണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അവരുടെ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓക്സീകരണത്തെ സഹായിക്കുന്ന ഓക്സികാരി ആരാണ്? ക്ലോറിന്. ഇവിടെ റിഡക്ഷൻ സംഭവിച്ചത് ക്ലോറിനാണ്. അപ്പോൾ ഇവിടുത്തെ നിരോസീകാരി റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ്? ഹൈഡ്രജനുമാണ്. അപ്പോൾ താഴത്തെ വേറൊരു രാസസമവാക്യം കെമിക്കൽ ഇക്വേഷനാണ് തന്നേക്കുന്നത്. അവരുടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. മഗ്നീഷ്യം മൂലകാവസ്ഥയിലാണ്, എലിമെൻ്റ് സ്റ്റേറ്റിലാണ്. അപ്പോൾ അവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. ഇവിടെ HCl എന്ന് പറയുമ്പോൾ ഒരു സംയുക്ത കോമ്പൗണ്ട് ആയതുകൊണ്ട് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ നമ്പർ +1ഉം ക്ലോറിൻ്റെ -1 ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നൊരു കോമ്പൗണ്ട് ഉണ്ടായി, MgCl2. ഇവിടെ വരുമ്പോഴത്തേക്ക് മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആവും. 2 ഇലക്ട്രോൺസിനെയാണ് അവർ വിട്ടു കൊടുക്കുന്നത്. അപ്പോൾ ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ -1 ആണ്. ഇനി ഹൈഡ്രജൻ +H2, ഹൈഡ്രജൻ്റെ ഇവിടെ മൂലകാവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മൂലകാവസ്ഥ അല്ലെങ്കിൽ എലിമെൻ്റ് സ്റ്റേറ്റ് നിൽക്കുന്നതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് ഓക്സിഡേഷൻ നമ്പർ ഓഫ് മഗ്നീഷ്യം, മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര നിന്ന് എത്രയിലേക്കാണ് മാറിയത്? 0യിൽ നിന്ന് +2യിലേക്കാണ് മാറിയത്. 0യിൽ നിന്ന് +2യിലേക്കാണ് മാറിയത്. അപ്പോൾ ഇവിടെ മഗ്നീഷ്യത്തിന് എന്ത് ചേഞ്ചാണ് നടക്കുന്നത്? ഓക്സീകരണം, ഓക്സിഡേഷൻ. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സികാരി ആരാന്ന് ചോദിച്ചിരിക്കുന്നത്? മഗ്നീഷ്യം ഓർ HCl. മഗ്നീഷ്യത്തിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സികാരി ആരായിരിക്കും? HCl ആയിരിക്കും. വാട്ട് ഈസ് ദി റെഡ്യൂസിങ് ഏജന്റ്? ഇവിടുത്തെ നിരോസീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് ആരാണ്? ഇവിടെ ഹൈഡ്രജൻ ആണ് ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നിരോസീകരണം സംഭവിക്കുന്നത്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഹൈഡ്രജൻ +1 ആയിരുന്നു, പിന്നീട് അത് 0 ആയി കുറയുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ റെഡ്യൂസിങ് ഏജന്റ്, നിരോസീകാരി ആരാണ്? മഗ്നീഷ്യമാണ്. അപ്പോൾ C+O2 gives CO2 എന്ന കെമിക്കൽ ഇക്വേഷൻ അനലൈസ് ചെയ്തിട്ട് വിശകലനം ചെയ്തിട്ട് നമ്മളോട് ഈ ടേബിൾ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. സിയും ഓക്സിജനും, കാർബണും ഓക്സിജനും എലമെൻ്റ് സ്റ്റേറ്റ് മൂലക അവസ്ഥയിലാകുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അവരൊരു കോമ്പൗണ്ട് സംയുക്തം, റിയാക്ഷൻ നടന്നൊരു സംയുക്തമായി കഴിയുമ്പോഴത്തേക്ക് കാർബണിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +4ഉം ഓക്സിജൻ്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ എലമെൻറ്റ് കാർബൺ ഓക്സിജൻ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ നമ്പർ ബിഫോർ റിയാക്ഷൻ രണ്ടുപേരുടെയും 0 ആണ്. ആഫ്റ്റർ റിയാക്ഷൻ കാർബണിൻ്റെ +4ഉം ഓക്സിജൻ്റെ -2 ആണ്. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കാർബണിൻ്റെ എന്താണ്? കൂടുകയാണ് ചെയ്തത്. 0യിൽ നിന്ന് +4ലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഓക്സിഡേഷൻ, ഓക്സീകരണം സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഓക്സിജൻ്റെ നോക്കുമ്പോഴത്തേക്ക് 0 ആയിരുന്നു, -2 ആയിട്ട് കുറയുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന റിയാക്ഷൻ ഏതാണ്? റിഡക്ഷൻ അല്ലെങ്കിൽ നിരോസീകരണമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് ആരാ? റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സീകാരി ആരാ? നിരോസീകാരി ആരാന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കാർബൺ ആണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ്. ഓക്സിഡേഷൻ സംഭവിച്ച ആർക്കാണോ അവരാണ് റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നിരോസീകാരി. ഓക്സിജൻ ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണോ അവരാണ് നമ്മുടെ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സികാരി. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്ന ഒരു ഇക്വേഷനാണ് തന്നേക്കുന്നത്. H2+Cl2 gives 2HCl. ഇവിടെ ആരാണ് ഓക്സിഡേഷൻ, ഓക്സീകരണം നടക്കുന്ന ആർക്കാണ്? ഏത് ആറ്റത്തിനാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ എലമെൻ്റ് സ്റ്റേറ്റിൽ 0 ആയിരുന്നു, അത് കോമ്പൗണ്ട് സംയുക്തമായപ്പോഴത്തേക്ക് +1 ആയി അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ. അപ്പോൾ കൂടുകയല്ലേ ചെയ്ത്. അപ്പോൾ ഓക്സീകരണം സംഭവിച്ച ആർക്കാണ്? ഹൈഡ്രജൻ ആണ്. ഇനി ക്ലോറിൻ്റെ വരുമ്പോഴത്തേക്ക് എലമെൻ്റ് സ്റ്റേറ്റിൽ മൂലക അവസ്ഥയിൽ 0 ആയിരുന്നു, ക്ലോറിൻ സംയുക്തം കോമ്പൗണ്ട് ആയപ്പോഴത്തേക്ക് -1 ആയി, ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നിരോസീകരണം സംഭവിച്ചത്, റിഡക്ഷൻ സംഭവിച്ചത് ആർക്കാണ്? ക്ലോറിൻ ആറ്റത്തിനാണ് സംഭവിച്ചത്. അപ്പോൾ ഓക്സിഡേഷനും റിഡക്ഷനും സൈമിൾട്ടേനിയസ്ലി ഒരു റിയാക്ഷനിൽ നടക്കുകയാണെങ്കിൽ അവയെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സീകരണവും നിരോസീകരണവും ഒരേ സമയം തന്നെയാണ് നടക്കുന്നത്. ഒരു പ്രവർത്തനത്തിൽ ഒരേ സമയമാണ് നടക്കുന്നതെങ്കിൽ അവയാണ് നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്.
ഇനി റിഡോക്സ് പ്രവർത്തനത്തിൽ ഓക്സിഡൈസിങ് ഏജന്റിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, റെഡ്യൂസിങ് ഏജന്റിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഓക്സീകാരിക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്, നിരോക്സീകരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നിരോക്സീകാരിക്കാണ് ഓക്സീകരണം സംഭവിക്കുന്നത്. എപ്പോൾ? റിഡോക്സ് റിയാക്ഷനിൽ, റിഡോക്സ് പ്രവർത്തനത്തിൽ. ഓക്കെ, അപ്പോൾ കുറച്ച് റിഡോക്സ് റിയാക്ഷൻസ് ഡെയിലി ലൈഫിനെ റിലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ശ്വസന പ്രക്രിയ, സെല്ലുലാർ റെസ്പിറേഷനിൽ നമ്മുടെ കോശങ്ങളിൽ വെച്ച് തന്നെ എന്ത് സംഭവിക്കുന്നു? ഗ്ലൂക്കോസ് തന്മാത്രകൾ, ഗ്ലൂക്കോസ് മോളിക്യൂൾസ് വിഘടിക്കുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. അങ്ങനെ എനർജി റിലീസ് ആവുന്നു, ഊർജം സ്വതന്ത്രമാക്കപ്പെടുന്ന പ്രവർത്തനം എന്ന് പറയുന്ന ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ, നമ്മുടെ മെറ്റൽസിൻ്റെ സർഫസിൽ ഓക്സൈഡ് ആവരണം, ഫോർമേഷൻ ഓഫ് ഓക്സൈഡ് കോട്ടിങ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് എന്താണ്? ഒരു റിഡോക്സ് പ്രവർത്തനമാണ്, ഒരു റിഡോക്സ് റിയാക്ഷനാണ്. ഇനി കമ്പസ്റ്റൻ ഓഫ് ഫ്യൂവൽസ്, ഇന്ധനങ്ങളുടെ ജ്വലനം എന്ന് പറയുന്നതും എന്താണ്? റിഡോക്സ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ജൈവ വസ്തുക്കൾ, ഓർഗാനിക് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അവർ ഓക്സിജൻ്റെ പ്രസൻസിൽ, ഓക്സിജൻ്റെ സ്ഥാനത്തിൽ അവർ വിഘടിക്കുക അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ നടക്കുക എന്ന് പറയുന്നത് ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അതുപോലെ തന്നെ രാസവൈദ്യുതി സെല്ലുകളിൽ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഒരു റിഡോക്സ് പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു റിഡോക്സ് റിയാക്ഷനാണ്. അപ്പോൾ ഒരു റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സീകരണവും നിരോക്സീകരണം ഒരേ സമയം തന്നെ നടക്കുമ്പോഴാണ് അതിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.